ഈ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ നിങ്ങൾ അതെല്ലാ വീഡിയോൻ്റെ മേലെ ഇങ്ങനെ വന്നുകാണ്ട് ഇതൊന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞാൽ ആ ഗുണാപിക്കണ നിസ്സാറാണ് ചെക്കണ്ടല്ലോ ഓട്ടോ പോസ്റ്റാണ് മുത്തേ. ഞാൻ പറയണത് വെച്ചാൽ എൻ്റെ കാലം നോമ്പിൻ്റെ അവസാനമാകുമ്പോൾ ഒരു വണ്ടി തട്ടിക്കഴിഞ്ഞാൽ ആ വണ്ടീൻ്റെ ഓണർക്ക് ഉണ്ടാകുന്ന ഇടങ്ങാറെന്താ എനിക്കറിയാം. അയാളെ പെരുന്നാൾക്കുള്ള പരിപാടി അതായത് നോമ്പിനൊക്കെ ലാസ്റ്റിങ്ങൊക്കെ വീട്ടിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ പരിപാടികൾ പെരുന്നാൾക്കുള്ള എല്ലാ പരിപാടിയും അതോടെ ഇല്ലാതാവും. ആ കുടുംബത്തിൻ്റെ സന്തോഷം തന്നെ അതോടെ നശിക്കും. അത് മനസ്സിലാക്കണം. പിന്നെ ആ വണ്ടി പണി കഴിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1-2 മാസമായി ഈ കോലത്തിലൊക്കെ പണി ഇതായ വണ്ടി. അപ്പോൾ അത്രയും ഇടങ്ങാറായിക്കാണ്ടായിക്കാരം ആ കുടുംബം നിൽക്കണത്. ആ സമയത്ത് ഇച്ചിട്ടൊരു പോസ്റ്റാണ് വണ്ടി അറിയാതെ തിരിച്ചതാവും, അങ്ങനെ തിരിച്ചാൽ എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇജ്ജ് പറയാൻ നിൽക്കരുത്. ഈ സംഭവം എന്താ വെച്ചാൽ ഇതൊരു പൂച്ച മുന്നിൽ കൂടെ വണ്ടി കട്ട് ചെയ്തതാണ്, സ്വാഭാവികം സംഭവിച്ചതാണ്. അപ്പോൾ എൻ്റെ വിചാരം ഈ റോഡിൽ കൂടെ ഉണ്ടാക്കുന്ന ആക്സിഡൻറ്റ് മുഴുവൻ ഞങ്ങൾ ഉണ്ടാക്കണതാണ്, ഓട്ടോസ് തിരിച്ചുകൊണ്ട് ഉണ്ടാക്കണതാണ്. ഇന്ന് ആദ്യം ആ റൂമിൽ നിന്ന് പുറത്ത് കയറണം, ആ ഇരുട്ടിൻ്റെ ഉള്ളിൽ നിന്ന്. എനിക്ക് ആ ഇരുട്ടിൽ നിന്ന് ഇറങ്ങി റോട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ദിവസം എത്ര ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്, എവിടെയൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ ഒന്ന് നോക്ക്. ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഓട്ടോറിക്ഷക്കാരനെ സംബന്ധിച്ച് ആ വണ്ടി ഒരു 4 ദിവസം 2 ആഴ്ച സ്വീപ്പായി കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇതുള്ള കാര്യമാണ്. ആ കുടുംബത്തിന് തന്നെ ഭയങ്കര അടി വരുന്ന ഒരു സംഭവമാണ്. എനിക്കൊരു കാര്യത്തെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ കോലത്തിൽ എനിക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റർ അത് നോക്കാതെ തിരിച്ചതാവുന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. നമ്മളൊക്കെ രാവിലെ പരിയുന്ന വണ്ടി ഇരുന്ന് പഠിച്ചു നിർത്തി. ഞാൻ നമ്മളെ കാര്യം പറയാമല്ലോ. നമ്മൾ രാവിലെ ഇത് ദോരുന്നിട്ട് ആർക്കും നമ്മളെ കാരണം ഒരു വണ്ടിക്കോ ഒരു മനുഷ്യനൊരു ഒന്നും സംഭവിക്കരുത് എഴുതിയിട്ട് നമ്മളൊക്കെ പരിയുന്ന വണ്ടി എടുത്ത് ഇറങ്ങണത്. ഓട്ടോറിക്ഷ അല്ല, ഏത് വണ്ടിക്കാരനായാലും നമ്മൾ വണ്ടി എടുത്തിറങ്ങും, നമ്മളെ വണ്ടിക്കൊന്നും പറ്റരുത്, ആർക്കൊന്നും സംഭവിക്കരുത് എഴുതിയിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. ആക്സിഡൻറ്റും കാര്യമൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കണം. പിന്നെ ഏത് മേഖല, ഓട്ടോറിക്ഷ ആയാലും കാറായാലും ബൈക്കായാലും ഏത് മേഖല എടുത്ത് നോക്കിയാലും കുറച്ച് ആൾക്കാർ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കണുണ്ടാകും. അത് വിചാരിച്ചിട്ട് ഇങ്ങനെ എപ്പോഴും ഈ ഇൻഡിക്കേറ്റർ അതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ല. എന്താ വെച്ചാൽ കുറച്ചൊക്കെ നിലവാരമുള്ളത് ചെയ്യും. ഈ ആരെങ്കിലും കണ്ടന്റ് എടുത്തുകാണ്ട് ആരെങ്കിലും പാർട്ടി പണിയെടുത്തുണ്ടാക്കി കണ്ടന്റ് ഉണ്ടാക്കി അതിൻ്റെ മേലെ കരുതി തുറന്ന് ഇതൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ ആരൊക്കെ എത്രയോ മെച്ചാണ്. ആദ്യം സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കും. അപ്പോൾ പോസ്റ്റ് കൊണ്ടല്ല, എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതെന്താ കാരണം എന്ന് ചോദിച്ചിക്കാണ്ട് അതങ്ങനെ പോസ്റ്റ് ഇതതിൻ്റെ ഇടയിലൊന്ന് കൊണ്ടുപോയിക്കാണ്ട് ഇൻഡിക്കേറ്റർ ഇടാതെ തിരിച്ചതുകൊണ്ടാവാം എന്ന് പറയേണ്ട ഒരു ആവശ്യം അത് ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കട്ടെ മുത്തേ. അതിനോട് ഈറുണ്ടായിട്ട് പറയല്ല. കുറച്ചൊക്കെ എല്ലാ ആക്സിഡൻറ്റും ഞങ്ങളാരും ഓട്ടോറിക്ഷക്കാരുണ്ടാക്കണതല്ല. റോട്ടിൽ നിന്ന് ഇറങ്ങിച്ച് നോക്ക്. ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇറ്റത്തുനിന്ന് ഇറങ്ങിയിട്ട് ഒരു ദിവസം ഒരു 10 കിലോമീറ്റർ ഇങ്ങനെ വണ്ടി എടുത്തൊന്ന് ഓടി നോക്ക്. അപ്പോൾ അറിയാം എത്ര ആക്സിഡൻറ്റ് എത്ര വണ്ടികൾ റോട്ടിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ശരി എന്നാൽ അത്